തേരെ ഇഷ്ക് മേ എന്ന പുതിയ സിനിമയിൽ നായിക ഒരു ഘട്ടത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ്: ഞങ്ങൾ സ്ത്രീകൾ രാജകുമാരനെ പോലെയുള്ള ഒരാൾ കൊണ്ടുവരുന്ന മധുരം അന്വേഷിച്ച് പോകുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറെ ടൈം എടുക്കും മനസ്സിലാവാൻ. അതായത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കണ്ണീരിലും വിയർപ്പിലും ഉള്ള ഉപ്പ് രസത്തിനാണ് കൂടുതൽ മഹത്വം എന്ന്. കലിപ്പൻ നായകൻ സിനിമയുടെ തുടക്കഭാഗങ്ങളിൽ അടിക്കുന്ന കുറെ പഞ്ച് ഡയലോഗുകൾക്ക് ആർപ്പ് വിളിച്ചിരുന്ന ഞാൻ കണ്ട തിയേറ്ററിലെ മെയിൽ ഓഡിയൻസ് ഈ ഒരു ഭാഗം വന്നപ്പോൾ ഡയലോഗ് അടിച്ച സ്ത്രീ കഥാപാത്രത്തെ മുറുമുറുപ്പോടെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. റാഞ്ചനയ്ക്ക് ശേഷം ആനന്ദൽ റായോടൊപ്പം ധനുഷ് ചെയ്യുന്ന ആനന്ദൽ റായുടെ സ്ഥിരം എഴുത്തുകാരനായിട്ടുള്ള ഹിമാൻഷു ശർമ്മ സഹരചന നടത്തിയിട്ടുള്ള ഈ പടം മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകൾക്ക് കണ്ടാൽ ഓർഗാസം കിട്ടാൻ പാകത്തിന് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഡൽഹിയിൽ വളർന്ന തമിഴനായിട്ടുള്ള ശങ്കർ എന്ന കഥാപാത്രത്തിനെ പറ്റിയാണ് ഈ സിനിമ. അയാൾ നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റാണ്. പക്ഷെ എപ്പോഴാണ് ടെമ്പർ തെറ്റുക എന്ന് പറയാൻ പറ്റാത്തൊരു മാനസിക നിലയിലുള്ള ആളായതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ശങ്കറിനെ സീനിയർ ഓഫീസർ ഗ്രൗണ്ട് ചെയ്യുന്നു. ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ ഇയാൾ ഫിറ്റാണ് എന്ന് സർട്ടിഫൈ ചെയ്താലേ തിരിച്ച് ഡ്യൂട്ടിയിൽ എടുക്കൂ എന്ന് വരുന്നു. ശങ്കറിന്റെ ഈ അർജുൻ റെഡ്ഡി അവതാരത്തിന്റെ കാരണമായിട്ടുള്ള ബാക്ക് സ്റ്റോറിയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമാ സംബന്ധിയായ ചർച്ചകളിൽ സിനിമകളിൽ ടോക്സിക് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ കാണിക്കുന്നതിനെ പറ്റിയുള്ള ഒരുപാട് സംവാദങ്ങൾ നടക്കുകയും ഓഡിയൻസ് അതിനെ കാണുന്നതിൽ കാര്യമായ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയും ചെയ്തിരുന്നു. ആനന്ദൽ റായ് തന്നെ ഒരുക്കിയ റാഞ്ചന എന്ന സിനിമ സ്റ്റോക്കിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സിനിമകൾ വാണിജ്യപരമായി വിജയിച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും വളരെയധികം പോളറൈസ്ഡ് ആയിരുന്നു. എന്തിന്, സാക്ഷാൽ മണിരത്നത്തിന്റെ കാറ്റ് വെളിയിടെ വരെ അത്തരത്തിലുള്ള ഓഡിറ്റിങ്ങിന് വിധേയമായിരുന്നു. റാഞ്ചനയുടെ സ്പിരിച്വൽ സീക്വലായിട്ട് വരുന്ന തേരെ ഇഷ്ക് മേ ഇത്തരത്തിലുള്ള ടോക്സിക് പ്രോബ്ലമാറ്റിക് ആയ എലമെന്റുകളെ സിനിമകളുടെ സാഹിത്യത്തിൽ നിലനിർത്താനുള്ള ഒരു തത്രപ്പാട് ശ്രമം പോലെയാണ് തോന്നിയത്. നുവാൻസുകളുള്ള സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ കാണുന്നവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഈ പടത്തിലെ കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും ഒരു യുക്തി കാണുമ്പോൾ ഇതൊക്കെ ഏത് യൂണിവേഴ്സിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വിഷയങ്ങളെ പ്രേക്ഷകരുടെ മുന്നിൽ അവരെ സ്വല്പം മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ്. സ്വന്തം കക്ഷിക്ക് അനുകൂല വിധി നേടാൻ ചില നല്ല വക്കീലന്മാർ കോടതിയിൽ കേസിനെ വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നത് പോലത്തെ ഒരു കഴിവാണത്. ഗാലറിയെ തൃപ്തിപ്പെടുത്തുക എന്നൊരൊറ്റ ഉദ്ദേശമായിട്ട് ഇറങ്ങിയിട്ടുള്ള തേരെ ഇഷ്ക് മേയിൽ നായകന്റെ എതിർവശത്ത് വരുന്ന ഒരുവിധം എല്ലാ കഥാപാത്രങ്ങളും കാരിക്കേച്ചർ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട്. സൈക്കോളജിയിൽ PhD എടുക്കാൻ പോകുന്ന ആളായിട്ടാണ് നായികയെ നമുക്ക് കാണിച്ചു തരുന്നത്. അതും തീസിസ് വെച്ചിട്ടുള്ള വിഷയം ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളവരെയൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്നൊക്കെയാണ്. ആ ഐഡിയ തന്നെ ലേശം ഓവറാണ്. അതിനെ കൂടുതൽ ബോറാക്കാൻ നായികാ കഥാപാത്രമായ മുക്തി ശങ്കറിനെ പല സോഷ്യൽ എക്സ്പെരിമെന്റുകളിലും കൊണ്ടുപോകുന്നുണ്ട്. പബ്ലിക്കായിട്ട് മാപ്പ് പറയിപ്പിക്കലൊക്കെയാണ് ആ പരിപാടി. നായകന്റെ കലിപ്പ് സ്വഭാവത്തെ പരമാവധി ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ കാണാൻ സാധ്യതയുള്ള ഏറ്റവും ബോധവും കാലവും ഇല്ലാത്ത PhD ബിരുദധാരിയായിട്ട് മുക്തിയെ കാണിക്കാൻ ഇതിന്റെ രചയിതാക്കളായിട്ടുള്ള ഹിമാൻഷു ശർമ്മയും നീരജ് യാദവും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഷാറുഖ് ഖാനോടൊപ്പം ആനന്ദൽ റായ് ചെയ്തിട്ടുള്ള സീറോ എന്ന പടം വർക്കാകാത്തതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാം പകുതിയിൽ ശൂന്യാകാശ യാത്രയും ബോളിവുഡും എല്ലാം കയറി വന്ന് എന്തൊക്കെയോ അവസ്ഥയിലേക്ക് അതിന്റെ കഥ പോയി എന്നതായിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായ രീതിയിൽ തേരെ ഇഷ്ക് മേ എന്ന സിനിമയിലും ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അതുവരെ പഠിത്തത്തിൽ 10 പൈസയുടെ താല്പര്യം കാണിക്കാത്ത നമ്മുടെ നായകനായിട്ടുള്ള ശങ്കർ UPSC എക്സാം എഴുതാൻ തീരുമാനിക്കുകയാണ്. UPSC എന്താണെന്ന് പോലും അയാൾക്കറിയില്ല. 3ാം വർഷത്തിൽ ശങ്കർ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നതായിട്ടാണ് പടം കാണിക്കുന്നത്. TVFന്റെ ആസ്പിരൻസ് എന്ന സീരീസ് എഴുതിയവരും 12th ഫെയിൽ ഉണ്ടാക്കിയ വിധു വിനോദ് ചോപ്രയും ഒന്നും ഈ സിനിമ കാണേണ്ടി വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവർക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വന്നു പോകും. ഏതാണ്ട് ശങ്കറിനെ പോലെ ടെമ്പർ ഇഷ്യൂ ഉള്ള വിധു വിനോദ് ചോപ്ര ചിലപ്പോൾ നല്ല വർത്താനം പറയാനും സാധ്യതയുണ്ട്. UPSC ഒക്കെ ചെറുതാണ്, അതിലും വലിയ പരിപാടികളിലേക്ക് നായകനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പടം പോകുന്നുണ്ട്. ധനുഷിന്റെ ഹിന്ദി ഡിക്ഷൻ ഒരു പ്രശ്നമാകും എന്നതുകൊണ്ട് ആദ്യമേ സേഫ് ആക്കാൻ വേണ്ടി ആൾക്ക് തമിഴ് പശ്ചാത്തലം കൊടുത്തിട്ടുണ്ട്. പ്രകാശ് രാജിനെ പുള്ളിയുടെ അച്ഛനായിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്കിടയിൽ തമിഴ് ഡയലോഗുകളൊക്കെ വെച്ച് അത് റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പടം. പക്ഷേ ഹിന്ദി ഡയലോഗുകളിലുള്ള വൊക്കാബുലറിയുടെ ഒരു ലെവൽ കാണുമ്പോൾ ധനുഷ് ഡയലോഗുകൾ കാണാതെ പഠിച്ച് പറയുകയാണ്, ഫീൽ ചെയ്ത് പറയുകയല്ല എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു നാട്ടിൽ കുറെ കാലം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഷയുടെ ആക്സെന്റ് ഒരാൾക്ക് കിട്ടും. പക്ഷെ അതൊന്നും ധനുഷിന്റെ പെർഫോമൻസിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഇന്റൻസ് ആയിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ പറയുമ്പോൾ സ്വല്പം കോമഡി ആയിട്ട് മാറുന്നുണ്ട്. അങ്ങേയറ്റം ലോകം കണ്ടിട്ടില്ലാത്ത അയ്യോ ഭാവത്തിൽ നിന്ന് ദേവദാസിന്റെ ഫീമെയിൽ വേർഷൻ ആകുന്ന ക്യാരക്ടറാണ് കൃതി സനോണിന് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. പ്രസന്റിലുള്ള ആ ക്യാരക്ടറിന്റെ ഭാഗത്തിൽ ഫിസിക്കലായിട്ട് കൃതിക്ക് ഒരുപാട് എഫേർട്ടുകൾ എടുക്കേണ്ടി വന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എഴുത്ത് ദയനീയമായതുകൊണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടി റൂട്ട് ചെയ്യാൻ നമുക്ക് തോന്നുകയേയില്ല. പ്രിയാൻഷു പൈന്യുലിയെ ഒട്ടും തന്നെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. ടോട്ടാ റോയ് ചൗധരി അവതരിപ്പിക്കുന്ന നായികയുടെ അച്ഛന്റെ കഥാപാത്രം നിനക്ക് ജോലിയുണ്ടോ, കുടുംബ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന നായകനെ ഇൻസൾട്ട് ചെയ്യുന്ന 80കളിലെ സ്ക്രിപ്റ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന കഥാപാത്രമാണ്. പ്രകാശ് രാജിന് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. വളരെ ടാലന്റഡ് ആയിട്ടുള്ള
വിനീത് കുമാർ സിംഗ്, മുഹമ്മദ് സീഷാൻ അയ്യൂബ് മുതലായവരെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത റോളുകളിൽ കാസ്റ്റ് ചെയ്യാൻ ആനന്ദ് റോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാജ്കുമാർ റാവു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരല്പം വർഷങ്ങൾക്ക് മുന്നേ വന്ന സിനിമയാണ് ഷാദി മേ ജറൂർ ആന. തന്നെ ഒഴിവാക്കി പോയ പെണ്ണിനെ IAS പഠിച്ചു വന്ന് നായകൻ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കഥയാണ് അതിന്റെ ഇതിവൃത്തം. അതുപോലെ ഒരു കഥയ്ക്ക് ഗ്രീൻ സ്ക്രീൻ ഇട്ട് 4-5 വാർ സീക്വൻസ് കൂടെ ഷൂട്ട് ചെയ്യാനുള്ള ബഡ്ജറ്റ് കൊടുത്തതുപോലത്തെ ഒരു സ്ഥിതിയാണ് തേരെ ഇഷ്കുമേ എന്ന പടം. കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഈ കഥ അവർ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്പേസിലേക്ക് സിനിമ പോയേനെ. സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചില സംഗതികൾ പോപ്പുലർ സിനിമയിൽ നിലനിർത്തിക്കൊണ്ട് പോയിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രണയകഥകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പേടിച്ചിട്ട് അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിനിമകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആളുകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു അനാവശ്യ ലവ് സ്റ്റോറിയാണ് ഈ പടം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്